നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ കൊല്ലം ബൈപ്പാസ് ആരംഭിക്കുന്ന കാവനാട് ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. നീണ്ടേറെ പാലമൊക്കെ കഴിഞ്ഞേച്ച് നേരെ മുമ്പോട്ട് നമ്മൾ കാവനാട് അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ടുള്ള എക്സിറ്റ് പോയിൻറ്റിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. വലിയ വാഹനങ്ങളൊക്കെ ഇടത്തോട്ട് തിരിഞ്ഞ് അണ്ടർപാസിൻ്റെ ഇടയിൽ കൂടി കയറി ചിന്നക്കട വഴി പള്ളിമുക്ക് വഴിയൊക്കെ തിരുവനന്തപുരം ഡയറക്ഷനിലോട്ട് പോകാം. ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന് നേരെ ബൈപ്പാസ് വഴി കല്ലുംതാഴം വഴിയൊക്കെ കയറി പോകാനുള്ളൊരു ബോർഡാണ് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ വാർത്തകൾ. ഇതുവഴി വാഹനങ്ങളൊക്കെ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കല്ലുംതാഴം ഭാഗം ഓപ്പൺ ആയിട്ടില്ല. ഒരു 5 ദിവസത്തിനുള്ളിൽ ഓപ്പൺ ആകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്കിപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇടതുവശത്തുകൂടിയാണ് പഴയ റെയിൽവേ ഓവർ ബ്രിഡ്ജ് കടന്നു പോകുന്നത്. അതിൻ്റെ ഒരു നേരെയായിട്ടാണ് പണികളിപ്പോൾ ആക്റ്റീവായിട്ട് നടക്കുന്നത്. നമുക്ക് ഇടത്തെ ഈ സൈഡിൽ ഫ്രിക്ഷൻ സ്ലാബ് ആയാലും GSB ഒക്കെ ഇട്ട് നികത്തിക്കൊണ്ടിരിക്കുന്ന പണിയും. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നിക്കുന്നത് ഇടത്തെ ഈ സൈഡിലെ പണി കഴിഞ്ഞ് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഹനങ്ങൾ ഇതുവഴി കടത്തി വിട്ടിട്ട് ബാക്കിയുള്ള പണികൾ ഇപ്പം പുതിയതായിട്ട് നമുക്കിപ്പം സ്റ്റീലിൻ്റെ ആർച്ച് പാലം വെച്ചിരിക്കുന്ന ഭാഗത്ത് ബാക്കിയുള്ള പണികൾ ഇതൊക്കെ ചെയ്ത് തീർക്കാനുള്ള പരിപാടിയിലായിരിക്കും അവരുടെ പ്ലാനുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തോ ആയിരുന്നാലും 5 ദിവസത്തിനുള്ളിൽ ഇത് തുറന്ന് കൊടുക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പിന്നെ മഴ പെയ്യുന്നുണ്ട്. കുറച്ച് നാളിന് മുമ്പേ പറഞ്ഞതാണ് പെട്ടെന്ന് ചെയ്ത് തീർക്കുമെന്നുള്ളത്. പക്ഷേ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ഇപ്പം സാധനങ്ങൾ കിട്ടാനില്ല. കൂടുതലും നമുക്ക് തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലും നെറ്റിലും GSB ഒക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം അവിടുത്തെ സർക്കാർ ഇപ്പോൾ പുതിയ ഒരു റൂൾ വെച്ചിട്ടുണ്ട്. കുറച്ച് നാളത്തേക്ക് സാധനങ്ങളൊന്നും മറ്റ് സംസ്ഥാനങ്ങളിലോട്ടൊന്നും കയറ്റി വിടണ്ട എന്നുള്ള ഇപ്പം വന്നുകൊണ്ട് തന്നെ ഒരുപാട് ക്ഷാമമുണ്ട്. സാധനങ്ങൾക്കൊക്കെ ക്ഷാമമുണ്ട്. ഒരുപാട് ഇപ്പോൾ വില കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലെയും കൺസ്ട്രക്ഷൻ മേഖലകളിൽ പണി ഇപ്പം ആകെ താറുമാറായിരിക്കുകയാണ്. കല്ലുംതാഴം ഭാഗത്തെ പണികൾ ഉടൻ തന്നെ തീർക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 5 ദിവസത്തിനുള്ളിൽ പണി തീർത്ത് ഒരു സൈഡിലായിട്ട് തുറന്നു കൊടുക്കാനുള്ള സാഹചര്യമാണ് നമ്മളിപ്പം കാണുന്നത്. ഇടത്തെ ഈ സൈഡിൽ നമ്മളിപ്പം നേരെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടവൂർ മങ്ങാട് ഭാഗത്തായിട്ടുള്ള ഡയറക്ഷനിലോട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇടതുവശത്തായിട്ട് കുറച്ച് സ്ഥലത്ത് ഫ്രിക്ഷൻ സ്ലാബൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും വലതുഭാഗത്തുകൂടി വാഹനങ്ങളൊക്കെ കടത്തി വിട്ട് തുടങ്ങി കഴിഞ്ഞു. ഒരു ഭാഗം 3 വരി പാതയുടെ പണി ഒരു സൈഡ് കഴിഞ്ഞ് വെച്ചാൽ അതുവഴി 2 ഭാഗത്തോട്ടുള്ള വാഹനങ്ങൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയ്ക്ക് ഒരു ആശ്വാസമാകും. കാരണം നമ്മൾ ഇതുവഴി വന്നു കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളും ഇതുവഴി വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്കാവും. അല്ലെങ്കിൽ നമ്മൾ ഇതുവഴി അല്ലെങ്കിൽ പിന്നെ ചിന്നക്കട വഴി പോകുകയാണെങ്കിൽ നമ്മൾ കൂടുതലും പള്ളിമുക്കിൽ ബ്ലോക്കാകും. ഇവിടെ ഏത് വഴി പോയാലും നമ്മൾ കൂടുതൽ വാഹനങ്ങൾ ഇതുവഴി പോകുന്ന ആ ഒരു ഭാഗത്തായിട്ട് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സത്യത്തിൽ കൊല്ലം ബൈപ്പാസിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതല്ല. പ്രധാനമായിട്ടും ഞാൻ ഇറങ്ങിയത് എനിക്ക് ഇന്നൊരു PSCയുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു. നമ്മൾ വീഡിയോ എടുത്ത ദിവസം August 1, 2026 ഏകദേശം ഒരു വൈകുന്നേര സമയത്താണ് വീഡിയോ എടുത്തത്. ഉച്ചയ്ക്ക് 1:30 കൊട്ടിയത്ത് വെച്ചിട്ടായിരുന്നു. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജ് വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞേച്ച് തിരിച്ചു വന്നപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. മങ്ങി നിൽക്കുകയാണ്, വെയിലൊന്നുമില്ല, മഴക്കോളുണ്ട്, മഴ പെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ പൂർണ്ണമായിട്ട് നല്ല മഴയുണ്ടായിരുന്നു. മഴയുടെ കാര്യം പറഞ്ഞപ്പോഴായിരുന്നു നമ്മൾ മഴയത്ത് കൂടുതലും 60 വരി പാതയിൽ കൂടി പണി കഴിഞ്ഞ ഭാഗത്തുകൂടിയൊക്കെ വലിയ സ്പീഡിൽ പോകാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പം സ്കിഡായിട്ട് ഓരോ വാഹനങ്ങൾ, വലിയ വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെടുന്ന കാഴ്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. കല്ലുംതാഴം ഭാഗത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും സർവീസ് റോഡ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതിനു വേണ്ടിയിട്ട് സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള പഠനമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കിനി നേരെ ചാത്തന്നൂരിലോട്ട് പോകാം. നമ്മൾ ചാത്തന്നൂർ അണ്ടർപാസ് കഴിഞ്ഞേച്ച് നേരെ നമ്മൾ പാരിപ്പള്ളി ഡയറക്ഷനിലോട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ നിന്ന് ഉയർത്തി നേരെ അങ്ങോട്ട് കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ അങ്ങ് റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ഇടത്തെ സൈഡിൽ നമുക്കൊരു എൻട്രി പോയിൻറ്റും വലത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സിറ്റ് പോയിൻറ്റും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. കുറേയൊക്കെ പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചാത്തന്നൂർ ഭാഗത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങേണ്ട ഒരു പ്രധാന കാരണമുണ്ട്. നമ്മൾ തിരുമുക്കിലെയൊക്കെ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പണികൾ കഴിഞ്ഞിട്ടും ചാത്തന്നൂർ ഭാഗത്തെ പണികൾ ഒരു സൈഡിലായിട്ടുള്ളത് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ചാത്തന്നൂർ വന്നേച്ച് പൂർണ്ണമായിട്ടും എടുത്ത് കാണിക്കുന്നത്. നമുക്കിപ്പോൾ ചാത്തന്നൂർ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ 60 വരി പാതയുടെയൊക്കെ നിർമ്മാണം കഴിഞ്ഞ് 2 സൈഡിലും സർവീസ് റോഡിൻ്റെയൊക്കെ പണി കഴിഞ്ഞ് നമുക്ക് ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള തറയോടൊക്കെ നിരത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പ്രധാനപ്പെട്ട പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ചാത്തന്നൂർ ഭാഗത്തായിട്ട് പ്രധാനപ്പെട്ടൊരിപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ക്രെയിൻ അവിടെ കിടക്കുന്നത് കാണാൻ പറ്റും. പുറത്തോട്ട് തള്ളി നിൽക്കുന്ന
ആറിവാൾ ബ്ലോക്കിൻ്റെ 4 മൂലയ്ക്കായിട്ട് ഹോളടിച്ചിട്ട് അതിനകത്തൂടെ കമ്പി അടിച്ച് അകത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സെയിം പണി കുറച്ച് നാളിന് മുമ്പേ നമ്മുടെ ജാസ് വ്ളോഗ്സിൻ്റെ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പാരിപ്പള്ളിയിൽ ഇതേപോലെ ചെയ്യുന്ന ഒരു വീഡിയോ ജാസ് വ്ളോഗ്സിൻ്റെ ചാനലിനകത്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങളത് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് താഴെ നിന്നുള്ള കാഴ്ചകൾ എടുത്ത് കാണിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നേരത്തെ തന്നെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആറിവാൾ ബ്ലോക്ക് പുറത്തോട്ട് തെള്ളി വന്നിട്ടുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ അപ്രോച്ച് റോഡ് വരുന്ന ഭാഗത്ത് 2 സൈഡിലും കുറച്ച് ദൂരം അവർ മണ്ണ് മാറ്റിയിട്ട് പിന്നെ രണ്ടാമത് ആറിവാൾ ബ്ലോക്ക് വെച്ചിട്ടുള്ള പണി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഈ ഒരു ഘട്ടത്തിലോട്ട് എത്തിയത്. നമുക്കിപ്പം വലത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ആ ഒരു ചെറിയൊരു ക്രെയിൻ അവിടെ കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കമ്പി അകത്തോട്ട് അടിച്ച് കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പണി നമ്മുടെ പാരിപ്പള്ളി ഭാഗത്തും ഇപ്പം ചാത്തന്നൂർ ഭാഗത്തുമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ കാഴ്ചകൾ. നമ്മുടെ ഈ ഒരു കുരിശടിയുടെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചാത്തന്നൂരൊക്കെ കാണിച്ചിട്ട് കുറച്ച് നാളായി. ആ ഒരു കാരണം കൊണ്ടാണ് ചാത്തന്നൂരിലോട്ട് വന്നത്. ഇപ്പം പാരിപ്പള്ളി ഭാഗവും കാണിച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇപ്പം സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓണാക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് പൂർണ്ണമായിട്ടുള്ളൊരു സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടേക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാൻ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ 2 പേരില്ലാതെ നമുക്ക് പൂർണ്ണമായിട്ടും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒക്കെ ഇട്ടേക്കുന്ന രാത്രിയിലെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ചെറിയതായിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ലൈറ്റൊക്കെ ഇട്ട് പൂർണ്ണമായതിനു ശേഷം നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. കുറേ കൂടിയൊക്കെ വർക്കുകൾ ഫിനിഷ് ആവാനുണ്ട്. നമുക്ക് പാരിപ്പള്ളിയിലെ ടോൾ പ്ലാസയുടെയൊക്കെ നിർമ്മാണം ഏത് ഘട്ടത്തിലെത്തിയെന്നുള്ളതിൻ്റെയൊക്കെ പുതിയ കാഴ്ചകൾ നമുക്ക് കാണിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് ചാത്തന്നൂർ ഭാഗത്തെ കാഴ്ചകൾ. നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്നത് ഇത്തിക്കര പാലത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇത്തിക്കര ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ കൊല്ലം ഡയറക്ഷനിലോട്ട് പോകുന്ന വാഹനങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഇച്ചിരി ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കൺസ്ട്രക്ഷൻ ഉണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് ചെറിയ ബ്ലോക്ക് ഉണ്ടാവുന്നത്. നമ്മൾ ഇത്തിക്കര പാലം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ചെറിയൊരു അണ്ടർപാസ് ഉണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് ചെറിയ വഴിയാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമ്മുടെ ഇത്തിക്കര പാലം കഴിഞ്ഞ് നമ്മൾ തിരുമുക്ക് ഭാഗത്തോട്ടുള്ള ഡയറക്ഷനിലോട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. വലത്തേ സൈഡിൽ റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല, കുറച്ച് ഗ്യാപ്പ് അവിടെ കിടപ്പുണ്ട്. അതിൻ്റെയും കൂടെ നിർമ്മാണം കഴിയാനുണ്ട്. പിന്നെ ഇവിടെ ബാക്കി പണികൾ, അതായത് ഇത്തിക്കര പാലത്തിൻ്റെ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം കുറച്ചുകൂടെ ഫിനിഷ് ആവാനായിട്ട് ബാക്കിയുണ്ട്. നമ്മളത് ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോഴാണ് ഒരു അണ്ടർപാസിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. വലത്തേ സൈഡിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പണികൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ വലതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡ്രൈനേജ് വന്നിരിക്കുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഭാഗത്തായിട്ടാണ് വലത്തേ സൈഡിലായിട്ടാണ് അണ്ടർപാസ് ഉള്ളത്. അപ്പം അണ്ടർപാസിൻ്റെ അവിടെ കുറച്ച് താഴ്ത്തിയിട്ട് വേണം സർവീസ് റോഡ് പണിയാൻ. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഭാഗത്തേക്ക് കാഴ്ചകൾ കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ. ഇതാണ് ഇത്രത്തോളം ബ്ലോക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഒരു CCA മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന വഴി ആ ഒരു ഭാഗത്തായിട്ടാണ് ഉള്ളതുകൊണ്ടും അവിടുന്ന് പിന്നെ വരുന്ന വാഹനങ്ങൾ 2 സൈഡിലോട്ട്, അതായത് കൊല്ലം ഡയറക്ഷനിലോട്ടും തിരുവനന്തപുരം ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങൾ കിടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും കേട്ടോ. വണ്ടി ക്രോസ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് വാഹനങ്ങൾ അവിടെ നിർത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ CCA മെഡിക്കൽ കോളേജിലോട്ട് ഉള്ള വഴിയാണ് നമ്മൾ ഇടതുവശത്ത് അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് പോകുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ വരുമ്പോൾ ഇവിടെ ഒന്ന് നിർത്തി കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ സാധാരണ വീഡിയോ എടുക്കുന്ന സമയത്തല്ല നമ്മൾ വീഡിയോ എടുത്തത്. ഇതിപ്പം വൈകുന്നേരം ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞേച്ച് തിരിച്ചു പോകുന്ന സമയവും ഒന്നത് PSC എക്സാം ഉള്ള ദിവസം കൂടിയായിരുന്നു. അന്ന് കുറച്ച് തിരക്കുള്ള ദിവസം കൂടിയാണ്. ആൾക്കാർക്കൊക്കെ ദൂരെയായിട്ടാണ് സെൻറ്റർ ഉള്ളത്. അപ്പോൾ പോയിട്ട് വരുന്നതിനുമൊക്കെ ഒരുപാട് തിരക്കുള്ള സമയം കൂടിയായിരുന്നു. നമ്മൾ ഇത്തിക്കര പാലം കഴിഞ്ഞേച്ച് നേരെ മൈലക്കാട് ഭാഗത്തായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മൈലക്കാട് ഭാഗത്ത് ഒരു ഭാഗത്തായിട്ടാണ് പൊളിച്ച് പണിയുന്നത്. പൊളിഞ്ഞ് വീണ ഭാഗത്തായിട്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് പിന്നെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണമൊക്കെ തുടങ്ങാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ട് തൂണിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. പിയർ ക്യാപ്പുകളുടെ നിർമ്മാണം 2 സൈഡിലായിട്ട് 2 തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ പൈൽ ക്യാപ്പിംഗ് കഴിഞ്ഞേച്ച് പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതിൽ നിന്നും കുറേ കൂടി പണി ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു മാസത്തിന് മുമ്പെയാണ് കാണിച്ചത്. അതിൽ നിന്നും കുറേ കൂടി പണികൾ കഴിഞ്ഞിട്ടുണ്ട്.
ഇതാണ് നമ്മുടെ മൈലക്കാട് ഭാഗത്തെ ഏറ്റവും പുതിയ കാഴ്ചകൾ. തൂണുകളുടെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെ കാഴ്ചകൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.